ഇന്ന് അർജൻറ്റായിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പ് ചെയ്തിട്ട് നേരെ നമ്മളെ വർക്ക് ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ റോ മെറ്റീരിയൽസ് തന്നെ കേട്ടോ. മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലും അതുപോലെ തന്നെ പുതിയൊരു പാനൽ കട്ട് ഫ്രോക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് നോക്കാനും അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായതുകൊണ്ട് അതും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. റെഡ് കളർ പാനൽ ഗൗണിന് വേണ്ടിയുള്ള ഓർഡർ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു മെറ്റീരിയലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് ഷോപ്പിലേക്ക് പോവാം. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. നമ്മൾ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് 2 റൂമും ഒരു കിച്ചണൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ. അത് കൂടി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിലുള്ളത്, ഈ ചാക്കുകെട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ളത് കേട്ടോ. കാരണം ഞാൻ പോയിട്ടല്ല ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഹസ്ബൻഡ് പോയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ കോളിൽ മാത്രമേ ഞാനൊരു സംഭവം കണ്ടിട്ടുള്ളൂ. അപ്പം ഷോപ്പിൽ വന്ന സമയത്ത് ഒരു ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നെയ്റ്റിലാണ് അവർ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടാണ് അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് മുകളിലടിച്ച് ചൊറയാക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഈ കോട്ടേഴ്സ് എടുക്കാൻ കാരണം തന്നെ നമ്മൾ ഷോപ്പ് എടുക്കുന്നതിനേക്കാളും ഒരു റെൻറ്റിന് വീടോ അങ്ങനെ കോട്ടേഴ്സോ അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം ചെറിയ കുഞ്ഞ് മോള് അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല, 1.5 വയസ്സ് അങ്ങനെയായിട്ടേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നമ്മളൊരു ഷോപ്പ് ഒരു റൂം എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ആ ഒരു റെൻറ്റിൽ തന്നെ നമുക്കിങ്ങനെ ഒരു കോട്ടേഴ്സോ അല്ലെങ്കിൽ വീടോ കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സൗകര്യം ഉണ്ടാവുമല്ലോ നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഒരു റൂം അവൾ കളിക്കാനും ഉറങ്ങാനൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം എല്ലാ റൂമിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാലും. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്തൊക്കെ ഫസ്റ്റ് ഇത് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം നല്ല കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ 2 സ്റ്റാഫ് ഉണ്ടായിന്. അപ്പോൾ ഇത് സ്പ്രിങ്ങൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അതിന് ശേഷം നമ്മളെ സ്റ്റാഫിൻ്റെ ഒരു കസിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഓർഡർ തരാനായിട്ട് വന്ന അവരൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പ്രിങ് വല്ലാണ്ട് അമർത്തിയിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ടുണ്ടായി. പക്ഷേ അത് എക്സാക്റ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ലാസ്റ്റ് ഹസ്ബൻഡ് വന്നിട്ടാണ് നമുക്കത് ഫിറ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായത്. ഇതിങ്ങനെ നമ്മളൊരു ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നൊരു ക്ലോത്ത് റാക്കാണ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് വാങ്ങാമെന്ന് വെച്ചു. കാരണം കുറച്ച് ഡ്രസ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ട് വെക്കുന്നതിനേക്കാളും അങ്ങനെയുള്ളൊരു ഡിസ്പ്ലേ ബോക്സും കൂടെ വാങ്ങാമെന്ന് വെച്ചിട്ട് റാക്കും കൂടെ വാങ്ങാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം പിന്നെ കുറച്ച് ഹാങ്കേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഓൾറെഡി നമുക്ക് ഇഷ്ടംപോലെ എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡെമ്മി ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് സൈസിലൊക്കെ വരുന്നത് ഒരു 9 ഡെമ്മീസോളം ഉണ്ട്. അതായത് പക്ഷേ എല്ലാം 1 to 3-4 ഇയേഴ്സ് വരെ വരുന്നതേ ഉള്ളൂ. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഡെമ്മീസാണ്. സ്റ്റാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ചുമരിലോ അങ്ങനെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്ന ഡെമ്മീസാണ് ഉണ്ടായത്. അപ്പോൾ ഇത് വന്നിട്ട് മോമിൻ്റെതും കിഡിൻ്റെതുമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നീ കുറച്ചങ്ങോട്ട് നോക്കി എന്നെ കാണുന്നുണ്ട്, എൻ്റെ തല ഞാൻ അങ്ങോട്ട് ആ പോസ്റ്റിലൊന്നും കൈയും മടക്ക് കണ്ടോ. ഈ വീഡിയോസൊക്കെ കണ്ടോ, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഡമ്മി ഇല്ലാത്തതുകൊണ്ട്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഡമ്മിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് മോമിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ആണ് പലപ്പോഴും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് പിടിക്കാനൊന്നും ആളില്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാറില്ല. ജസ്റ്റ് കസ്റ്റമറിന് ഫോട്ടോസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്കറിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ട്രക്ചേർഡ് ഷോൾഡറൊക്കെ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ വരുന്നതാകുമ്പോൾ നമുക്ക് ആ ഒരു ഡമ്മി ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലുള്ള അവസ്ഥ
അതൊക്കെ കൊണ്ട് തന്നെ ഒരു മോമിൻ്റെ മാനിക്യൂൻ അല്ലെങ്കിൽ ഡമ്മി വാങ്ങാന്നുള്ളൊരു അതിയായ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മന്ത്സോളം ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നമ്മൾ മാറിയതിന് ശേഷം കേട്ടോ. അപ്പം വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് 2 സ്റ്റാഫ്, എൻ്റെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്ത് 2 സ്റ്റാഫ്, നമ്മളെ വീട്ടിന് മുകളിലായിരുന്നു കേട്ടോ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വന്നൊക്കെ അതൊക്കെ മാറിയില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടീം. പിന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു ബിഗ് സൈസിലുള്ള ഡമ്മി, അതായത് കിഡ്സിൻ്റെ ഡമ്മി. നമുക്ക് ഇതുണ്ടോ, ഈ ഡ്രസ്സൊക്കെ 8 ഇയേഴ്സ് ബേബിക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സായിരുന്നു. പക്ഷേ നമ്മളെ കയ്യിലുള്ള ഡമ്മി 20 സൈസ് 1 ഇയർ ബേബിൻ്റെ ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലൊക്കെ പിന്നൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആ ഒരു അത്രയും എന്തെങ്കിലും ലൂസായിട്ട് ഫിറ്റിങ്സൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു പലപ്പോഴും വീഡിയോ എടുത്തിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ ഡമ്മി ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ, ആ ഉള്ള ഡമ്മിയും ചെരിഞ്ഞിട്ടാണ് ഇട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ പോയിട്ട് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ട് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിട്ടേൺ ഇല്ലായിരുന്നു അവർക്ക്. അതിൽ ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ സ്ക്രൂ ഉള്ളിൽ നമ്മളൊരു സ്റ്റാൻഡ് വെക്കുന്ന സ്ക്രൂ ഉണ്ടായിരുന്നു, അതൊക്കെ ലൂസായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു മോമിൻ്റെ ഡമ്മിയും ഒരു കിഡിൻ്റെ ഡമ്മിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കിഡിൻ്റെ ഡമ്മി എന്ന് പറയുന്നത് 6 ഇയറിൻ്റെ ഡമ്മിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാനൽ ഗൗണൊക്കെ മെയിനായിട്ട് ആ ഒരു 4 to 6 10 11 അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ ഈ 1 ഇയർ ബേബിൻ്റെ ഇതിലേക്ക് നമുക്കൊരു 3 ഇയേഴ്സ് 4 ഇയേഴ്സ് വരെയൊക്കെ ആ ഒരു ഡമ്മിയിൽ നമുക്ക് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ സൈസ് ആകുമ്പോൾ നമുക്കതൊരു വല്ലാത്ത ഫിറ്റിങ്സ് കറക്റ്റ് ആവില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഡമ്മി എന്ന് പറഞ്ഞാൽ മോമിൻ്റെ ഡമ്മി 10 സൈസാണ് കേട്ടോ. എനിക്കൊന്ന് ലാർജ് സൈസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ മെഷർമെൻറ്റൊക്കെ നോക്കുമ്പോൾ അതൊരു എക്സൽ സൈസ് തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുന്ന ടൈമിൽ കുറച്ച് ചെറിയ സൈസ് ഒരു 8ഓ അങ്ങനെയൊക്കെ വാങ്ങിയാൽ മതി എന്നാണ് തോന്നുന്നത്. ഇത് ആക്ച്വലി ഹസ്ബൻഡ് ആണ് കോഴിക്കോട് പോയിട്ടാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് തന്നെ പോയിട്ട് വാങ്ങിയത്. കാരണം ഓൺലൈൻ വാങ്ങിയിട്ട് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതാണ് കേട്ടോ കോഴിക്കോട്. അപ്പം ഞാനിവിടെ നിർബന്ധിച്ച് വിളിച്ച് നമ്മൾ ഓൺലൈനിലുള്ളൊരു ബോട്ടിക്കിലെ ഒരാൾ കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആളോട് ചോദിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു സ്പ്രിങ് കണ്ടോ, ഇതിനൊക്കെ ഉണ്ടായിട്ടോ നമുക്ക്. ഇത് കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കോമഡി ആയിരുന്നു കേട്ടോ. നമ്മൾ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, 2 സ്റ്റാഫും നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട ആ ഒരു സ്പ്രിങ് ഇങ്ങനെ അമർത്തിയിട്ടൊക്കെ ലാസ്റ്റ് ഹസ്ബൻഡ് വന്നിട്ട് അത് എക്സാക്റ്റ് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് ഒന്നും കാര്യമായിട്ടില്ല, അതങ്ങനെ അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ, ആ സ്പ്രിങ് അടിയിലേക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതങ്ങനെ താവുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഹസ്ബൻഡ് ഈവനിങ് വന്ന സമയത്ത് പിടിയേ പിടിച്ച് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. വീട്ടിൽ വന്ന സമയത്ത് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ട് അർജൻറ്റായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ആക്ച്വലി ഒരു വന്നുകൊണ്ട് അതൊക്കെ ഫിറ്റായി. അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാർ ഇതിനെക്കൊണ്ട് കളിച്ചിട്ട് അതെങ്ങനെ ആ ഒരു സ്പ്രിങ് എങ്ങനെ ആവുന്നുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. കോഴിക്കോട് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ കിഡിൻ്റെ ഡമ്മി. നമ്മൾ അതുണ്ടോ 1 ഇയർ ബേബിൻ്റെ ഡമ്മി അതുണ്ടോ. ഇതിൻ്റെ സ്റ്റാൻഡ് വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മെറ്റൽ സ്റ്റാൻഡിന് റേറ്റ് കുറവാണ്, വുഡൻ സ്റ്റാൻഡിനാണ് കൂടുതൽ. അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് മോമിൻ്റെ മാനിക്യൂന് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡമ്മി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വലുത് ചെറുത് വാങ്ങാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അതിന് ശേഷം വന്ന ഓർഡേഴ്സ് എനിക്ക് ലാർജ് സൈസ് മീഡിയം സൈസൊക്കെ വന്ന സമയത്ത് ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ഡമ്മിയിലേക്ക് ഇട്ടിട്ടുണ്ടായത്. അപ്പം ചെറിയ ഡമ്മിയാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സും ഏകദേശം ഫിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വലിയ ഇഷ്യൂസ് വരില്ലല്ലോ. നമുക്ക് എക്സൽ ഉള്ള ഡ്രസ്സാണെങ്കിലും ബാക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 1 ഇയർ ബേബിൻ്റെ ഡമ്മി പോലെ ഒന്നും ആവില്ലല്ലോ എന്തായാലും. അപ്പോൾ നമ്മൾ 1 ഇയർ ബേബിൻ്റെ ഡമ്മി ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്ന് ഫിറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് കൂടെ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കോട്ടീസ് ആയതുകൊണ്ട് നമുക്ക് വീട് പോലെ തന്നെ എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അപ്പം അതിനിടയിൽ നമ്മൾ വർക്കും കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാഫും കൂടെ അവർ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഡമ്മിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടി പറ്റും കേട്ടോ. ആക്ച്വലി നമ്മൾ ഓരോ വീഡിയോസ്, പേഴ്സണൽ വീഡിയോസ്, നമ്മൾ മക്കളെ വീഡിയോസൊന്നും ഇടരുത് പ്രത്യേകം പറയാറുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യമൊക്കെ ഇടാറുണ്ട് മോളെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ ഡമ്മീസ് ഇതാണ് കേട്ടോ. 3 ഡമ്മീസ് വന്നു. നമുക്ക് റെഡിയാക്കി തരുന്നത് നമ്മൾ ബംഗാളി വന്നിട്ടുണ്ട് ഇവിടെ. അത് നമ്മൾ ബംഗാളി പണിക്കാരൻ. ഇത് നമ്മൾ ഡമ്മീസ്.
സോ നമ്മൾ 3 ഡമ്മി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. ഇനി നമുക്ക് ഒരുപാട് ഡ്രസ്സ് നമ്മൾ ഡമ്മീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് പോസ്റ്റ് ചെയ്യാൻ, നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ വർക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല ഡിസ്പ്ലേ ഡമ്മി മാനിക്കിനൊക്കെ അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പം ഉണ്ടായ ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും എല്ലാവരും. അപ്പോൾ മോമിൻ്റെ ഡമ്മിക്ക് വന്നിട്ട് 3700 അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഓൺലൈനിലൊക്കെ നോക്കുന്നതിനേക്കാളും കുറവ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ റാക്ക് ഉണ്ടല്ലോ, നമ്മളെ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചു, റീൽസോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അതെന്തായാലും നന്നായെന്ന് തോന്നി. കാരണം നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്ന് അതിൻ്റെ ആ ഒരു നമ്മളൊരു കാറ്റലോഗിൽ നോക്കിയിട്ട് നമ്മൾ ഓരോന്നും ഫിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്തായിരുന്നു ഒരു സ്റ്റിക്ക് അതിൽ മിസ്സിങ് ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായില്ല. അപ്പം നമ്മൾ ആകെ ടെൻഷനായി, എന്താ ചെയ്യുക, വാങ്ങിയിട്ട് ആകെ പെട്ടോ, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. ആക്ച്വലി ഈ ഒരു സ്റ്റിക്കാണ് കേട്ടോ മിസ്സായത്. ഇങ്ങനെ ഒരു ഹോള് വരുന്ന അതാണ് ഇതിൽ ഉണ്ടാവാതിരുന്നിട്ടുണ്ടായത്. അങ്ങനെ ഹസ്ബൻഡ് കുറേ കോൺടാക്ട് ചെയ്ത ശേഷം കോൾ ചെയ്തതിന് ശേഷം അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ആ സംഭവം കിട്ടി. അതിൽ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഒന്നുണ്ടായത്, മറ്റേത് പുറത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ 2 പീസ് വരുമല്ലോ, അപ്പോൾ ഒരു പീസ് പുറത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഉള്ളിലായിട്ടാണ് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത സമയത്ത് നൈറ്റായി. അപ്പോൾ ഇനി എന്തായാലും എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും എല്ലാം ഓഫ് ചെയ്ത്, കാരണം അന്ന് ഈവനിങ് നമ്മളിങ്ങനെ ഇതിനെ കൊണ്ട് കളിച്ചതുകൊണ്ട് തന്നെ നമുക്കന്ന് ക്ലീനിങ്ങൊന്നും നടന്നിട്ടില്ല, വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അല്ല ഇതുപോലെ ഇങ്ങനെ വാരി വലിച്ചിട്ടൊക്കെ ഉള്ളത്. പിന്നെ മോള് നമ്മൾ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് ബാലൻസുള്ള ഫാബ്രിക്സൊക്കെ വലിച്ചിട്ട് തട്ടം ഒക്കെ ആക്കിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു പീസ് തുണിയൊക്കെ കൊടുത്തിട്ടുണ്ടായി കേട്ടോ, നമ്മൾ ഒരു ഫ്രോക്കിൻ്റെ ബാലൻസ് ഉണ്ടായതൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ട്രോളിയും കൂടെ ഒരു സാധനം കൂടി ഫിറ്റ് ചെയ്യാനുണ്ടായി കേട്ടോ, ബാലൻസ്. അപ്പോൾ അതും കൂടെ, അപ്പോൾ നമ്മൾ ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ സംഭവം നമ്മളത് തല തിരിഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് രണ്ടാമത് ഒന്നും കൂടെ അഴിച്ചെടുത്ത് ഫിറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അതിൻ്റെ ഹോള് കറക്റ്റ് നോക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഹോള് താഴെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം വീണ്ടും അതഴിച്ച് വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതേ അവസ്ഥ തന്നെ. നമ്മൾ കഴുത്തൊക്കെ തിരിഞ്ഞിട്ടും നമ്മൾ സിബൊക്കെ തിരിഞ്ഞിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യല്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഹോള് കറക്റ്റ് നോക്കാത്തതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വേഗം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേഗം പോവാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇത് കാണാനില്ല ഒരു ഇതുകൊണ്ട് ഒക്കെ തിരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന പോലെ തന്നെ വീണ്ടും അത് ആദ്യം അഴിച്ചെടുത്ത് വീണ്ടും സെറ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ അതിനിടയിൽ മക്കൾ ഫോണായിട്ട് നോക്കുന്നതായിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവർ മോന് ഇത് വീണ്ടും സ്റ്റിച്ചിങ് എന്ന് തന്നെ പറയും, സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെ ഇടുന്നുണ്ട്, സ്റ്റിച്ചിങ് അതന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ അഴിച്ചിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്തുള്ള വീഡിയോസ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കറക്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ സത്യം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ കാണുന്ന സമയത്തേക്കോ ഇത് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ തന്നെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ മക്കൾ അതിനിടയിൽ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞ് വണ്ടിയിലൊക്കെ ഉണ്ട് കേട്ടോ തെളിവിന്. അപ്പം മോന് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അപ്പം അവന് കൂടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്ന് വെച്ച് ബാക്കി അവനെ കൊണ്ടും ചെയ്യിച്ചിട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ആളോട് ഞാൻ വീഡിയോസ് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽവേ സ്റ്റേഷനിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളപ്പം
അത്ര നമ്മൾ പോലെയല്ലോ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനില്ല സന്നദ്ധത കാണിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വീഡിയോസൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഷോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വീഡിയോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ കോളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അവർക്ക് ഓൺലൈൻ സർവീസും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓൺലൈനായിട്ട് കൊറിയറൊക്കെ ചെയ്ത് തരും. അപ്പം കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരെ നെയിമും ഷോപ്പ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മാനിക്വിൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡെമി വാങ്ങിയതിൻ്റെ ഒരു കഥ വീഡിയോ എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.